ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു സമവായ ചർച്ചകളൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഇറാൻ മുന്നോട്ട് തന്നെയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന തരത്തിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടിലേക്കും എത്തുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ടത്? ഇറാൻ ഇനിയും യുദ്ധവുമായി മുന്നോട്ട് എന്നുള്ള തരത്തിൽ തന്നെയല്ലേ? ഒരു പിന്മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്നല്ലേ? നിലവിൽ പിന്മാറ്റ സാധ്യതകൾ ഒന്നും തന്നെ പൊതുവെ ദൃശ്യമല്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഭരണകൂടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ പരമാവധി കാലം യുദ്ധം തുടരുകയും അത് കരയുദ്ധമായി മാറുകയും നാശനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ പരമാവധി അബ്സോർബ് ചെയ്യുകയും റെസിലിയൻസ് കാട്ടുകയും ചെയ്യുക എന്നതൊരു യുദ്ധതന്ത്രമായി ഇറാൻ കരുതുകയാണ്. അപ്പോൾ there will be a point of no return എന്ന് പറയുമ്പോൾ അമേരിക്കൻ സൈന്യത്തിന് ഏകപക്ഷീയമായി പിന്മാറേണ്ടി വരും. ഒരു പൂർണ്ണ വിജയം സാധിക്കില്ല. കരയുദ്ധത്തിലൂടെ ഒരിക്കൽ പോലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ മേൽ ആധുനിക കാലത്ത് പൂർണ്ണ വിജയം സാധിക്കില്ല എന്ന ഒരു ലളിത യുക്തിയാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രം. അതുകൊണ്ട് സമാധാന ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുർക്കിയുടെയും സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെയും വിദേശകാര്യമന്ത്രിമാർ ഒരു ഫോർമുല ഉണ്ടാക്കി അത് ട്രംപുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ഇറാനും ഇസ്രയേലും അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം പാകിസ്ഥാന്റെ മധ്യസ്ഥത ഒരു കാരണവശാലും ഇസ്രയേലിന് സ്വീകാര്യമല്ല. ഇസ്രയേൽ പാകിസ്ഥാനെ ശത്രുതാപരമായി, ഇറാനെ ശത്രുതാപരമായി കാണുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ എന്ന ആണവരാജ്യത്തെ ശത്രുതാപരമായി ഒരു സുരക്ഷാ ഭീഷണിയായി ആത്യന്തികമായി കാണുന്ന രാജ്യമാണ്. അത് മാത്രമല്ല സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ഒരു ബന്ധമുണ്ട്. അതൊരു സൈനിക സഹകരണ ബന്ധമാണ്. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ രക്ഷക്കെത്താം എന്ന ഒരു കരാർ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ട്. തിരിച്ചും പാകിസ്ഥാൻ ആക്രമണ വിധേയമാവുകയാണെങ്കിൽ സൗദി അറേബ്യ സഹായിക്കും എന്ന ഒരു കരാറുണ്ട്. ഇതെല്ലാം നിലവിലിരിക്കെ ഒരു നിഷ്പക്ഷ രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനെ കാണാൻ ഇറാൻ തയ്യാറാവില്ല. കാരണം ഇറാനുമായി പാകിസ്ഥാന് പല മൂപ്പിളമ തർക്കങ്ങളുമുണ്ട്. ഇസ്രായേൽ ഒരു രീതിയിലും അംഗീകരിക്കില്ല. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സമവായ ചർച്ചകൾ ഒരു പ്രാധാന്യത്തിന് വേണ്ടി മാത്രം ഏറിയയിൽ മേഖലയിൽ തങ്ങളൊരു നിർണായക സാന്നിധ്യമാണ് എന്ന് ലോകത്തെ കാട്ടുന്നതിന് വേണ്ടി മാത്രം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം നടത്തുന്ന ചർച്ചകളാണ്. ഇനി സമവായ ചർച്ചകൾ ഉണ്ടാവണമെങ്കിൽ അതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശം എന്ന് പറയുന്നത് വെടിനിർത്തൽ തന്നെയാണ്. വെടിനിർത്തൽ ഏകപക്ഷീയമായി ഒരു രാജ്യം വെടിനിർത്തിയതുകൊണ്ട് കാര്യമില്ല. അമേരിക്ക വെടിനിർത്തി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായി വെടിനിർത്തലായിരിക്കണം. പക്ഷെ വെടിനിർത്തൽ പറയുകയും സമാന്തരമായി അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇറാൻ തിരിച്ചടിക്കുന്നു. ആക്ച്വൽ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ ഒരു മണിക്കൂറത്തേക്ക് പോലും വന്നിട്ടില്ല. 5 ദിവസത്തേക്ക് വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചു 10 ദിവസം മുൻപ്. 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 10 ദിവസത്തേക്ക് കൂടി എക്സ്റ്റൻഷൻ നടത്തുന്നു. ഇന്ന കേന്ദ്രങ്ങൾ, ഊർജ്ജ ഉപാധികൾ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ഊർജ്ജ കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന കാഴ്ച രണ്ട് ഭാഗത്തും. ഇറാനും അങ്ങനെ തന്നെയാണ്. ഇറാനും ആദ്യഘട്ടത്തിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. പിന്നീട് സോഫ്റ്റ് ടാർഗറ്റ്സിന് നേരെ വിമാനത്താവളങ്ങൾ, സൈനിക ഇതര കേന്ദ്രങ്ങൾ, സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ, എന്തിന് ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഉൾപ്പെടെ വെള്ളം, കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റുകൾ ഉൾപ്പെടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഒന്നാമത്തെ പോയിന്റ്? സമവായത്തിന്റെ ഒന്നാം പോയിന്റ് വെടിനിർത്തൽ ഉണ്ടാവണം. സൈനിക നീക്കങ്ങൾ അവിടെ ഫ്രീസ് ചെയ്യപ്പെടണം. അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. അമേരിക്ക നിരന്തരമായി കൂടുതൽ മെറീനുകളെ, കൂടുതൽ കപ്പലുകളെ, കൂടുതൽ വിമാനങ്ങളെ, കൂടുതൽ മെറ്റീരിയൽ ആ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് ചെയ്യുമ്പോൾ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ല. 1. 2, ഹോർമൂസ് കടലിടുക്ക് അത് കടന്ന് സുഗമമായി എണ്ണ കടന്നു പോകാൻ കഴിയണം. ഇറാന് നേരെയുള്ള ഉപരോധം പിൻവലിച്ചെങ്കിൽ മാത്രമല്ലേ സമവായ ചർച്ചയ്ക്ക് അർത്ഥമുള്ളൂ. ഇറാൻ ഇപ്പോഴും ഉപരോധം നേരിടുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് എത്തിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഉപരോധം തന്നെയാണ്. ഉപരോധം ഒരു വശത്ത് ഫേസ് ചെയ്യുമ്പോൾ മറുവശത്തും ഇറാൻ സ്വാഭാവികമായി ഹോർമൂസ് കടലെടുക്കിന് മേലുള്ള നിയന്ത്രണങ്ങൾ കൂട്ടും. ഹോർമൂസ് ആർക്കും ഫിസിക്കലി അടച്ചിടാനാവില്ല എങ്കിലും ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാതെ ഇരിക്കാൻ ഇറാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഇറാന്റെ ഭാഗത്താണ്. അവർക്ക് വേണമെങ്കിൽ മൈനുകൾ നിരത്താം, അല്ല എങ്കിൽ മിസൈലുകൾ എയിം ചെയ്ത് വെക്കാം, അതിലെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്താം. ഒരു അരക്ഷിത അവസ്ഥ, അതാണ് ഹോർമൂസ് അടയ്ക്കുന്നു എന്ന് പറയുന്നത്. ഈ ഹോർമൂസ് തുറക്കുന്നതിനെ കുറിച്ച് ക്രിയാത്മക നിർദ്ദേശം ഉണ്ടാകണമെങ്കിൽ അമേരിക്ക ആക്രമണം നിർത്തുകയും ഇറാൻ ആക്രമണം നിർത്തുകയും ഹോർമൂസ് തുറക്കുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടാകണം. ഇറാന് നേരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടാകണം. ഇറാനെതിരെയുള്ള മറ്റാക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഇറാൻ സൗദിക്കും മറ്റ് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കണം. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇറാൻ അംഗീകരിക്കണം. ഇറാൻ എന്ന രാജ്യത്തെ ഇസ്രായേൽ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ പാലസ്തീൻ കോസും അഡ്രസ് ചെയ്യപ്പെടണം. അടിസ്ഥാനപരമായ വിഷയം പശ്ചിമേഷ്യയിലെ അടിസ്ഥാന വിഷയം പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ സ്വയം നിർണയ അവകാശമാണ്.
അത് അംഗീകരിക്കണം. പലസ്തീൻ ജനതയ്ക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിനും പാരലായി സൈഡ് ബൈ സൈഡ് വസിക്കാൻ ഉള്ള അന്തരീക്ഷം ഉണ്ടായി കഴിയുമ്പോൾ ഫണ്ടമെന്റൽ കോസ് ഇല്ല. പിന്നെ ഹൂതികളെ, യമനിലെ ഹൂതികളെയോ ഹിസ്ബുള്ളയോ ഹമാസിനെയോ പ്രോപ്പർ ചെയ്ത് നിർത്താൻ ഇറാനും ആവില്ല. അപ്പൊ ഇങ്ങനെ അടിസ്ഥാന കാരണം, രോഗത്തിന്റെ അടിസ്ഥാന കാരണങ്ങളാണ് ചികിത്സിക്കേണ്ടത്. രോഗത്തിന്റെ സിംറ്റംസിനെയാണ് ഇപ്പോൾ ചികിത്സിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ക്രിയാത്മകമായ ഒരു പ്രപ്പോസലും ആണവ ആയുധങ്ങൾ നിരായുധീകരണം അതൊരു ക്രിയാത്മകമായ കാര്യമാണ്. അതിനുള്ള കൃത്യമായ പ്രപ്പോസൽ അത് IAEA ഉൾപ്പെടെ, ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രംഗത്ത് വരികയും നിഷ്പക്ഷമായി വാല്യൂ ന്യൂട്രലായി കാര്യങ്ങൾ കാണുകയും സ്ഥാപന താല്പര്യം എന്ന നിലയിൽ അത് കാണാതെ ഇരിക്കുകയും ചെയ്യുക എന്നതാണ് വേണ്ടത്. പക്ഷേ ഇറാന് മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തി യുദ്ധത്തിലൂടെ ആണവ നിരായുധീകരണം അത് സാധ്യമാകുന്ന കാര്യമേ അല്ല. ഏതാണ്ട് 450 കിലോഗ്രാം ഫിസൈൽ മെറ്റീരിയൽ സമ്പുഷ്ടീകരിച്ച, അതിൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 235 ഉണ്ട് ഇറാന്റെ കൈവശം. അത് ബങ്കർ ബസ്റ്ററുകൾക്ക് എത്തിപ്പെടാനാവാത്ത രീതിയിൽ ആഴങ്ങളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഒരു കമാൻഡോ ഓപ്പറേഷനിൽ എടുക്കാനാണ് ഒരുപക്ഷെ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ, കാർഗ് ഐലൻഡ് പോലെയുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പിടിച്ചെടുക്കാനും അത് വെച്ച് വിലപേശാനും ശ്രമിക്കുന്നു. ഇതൊന്നും തന്നെ സമാധാന ചർച്ചയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമല്ല സംജാതമാക്കുന്നത്. അതുകൊണ്ടാണ് സമാധാനം എന്ന് വാക്കാൽ പറയാമെന്നല്ലാതെ ക്രിയാത്മകമായ ഒരു നീക്കവും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ സാഹചര്യത്തിലൊക്കെ ഇസ്രയേലിന്റെ ഒരു നിലപാട് എന്താണ്? കാരണം നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക അമേരിക്കയുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയുടെ, അമേരിക്കൻ ഡെമോക്രാറ്റിക് ബാലൻസിന്റെ വിഷയമാണ്. ഇസ്രയേലിന് ആ കാര്യമില്ല. പരമാവധി ഇസ്രയേൽ ഫേസ് ചെയ്യുന്ന ടെറിട്ടോറിയൽ ത്രെറ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് എന്ന് കടന്നു വരുന്നത് ഇറാനിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഇറാനെ പരമാവധി ദുർബലമാക്കാനുള്ള എത്ര അവസരങ്ങൾ ലഭിച്ചാലും അത് പാഴാക്കില്ല. അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യക്തിപരമായി നിലനിൽക്കാനും ഇത് ആവശ്യമാണ്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടേക്കാം. ഇസ്രയേലിന്റെ കണക്ക് പുസ്തകത്തിൽ നേട്ടങ്ങളുടെ പട്ടിക എണ്ണിക്കാണിക്കണം എങ്കിൽ പരമാവധി പ്രഹരം ഇറാന് കൊടുക്കാൻ കഴിയണം. അത് ഇസ്രയേലിന് നേരിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടി, വലിയേട്ടന്റെ സഹായത്തോടുകൂടി പരമാവധി പ്രഹരം, ഒരു കാലത്തും ഇറാൻ ആണവമായി മാത്രമല്ല അല്ലാതെയും കൺവെൻഷണൽ മിസൈലുകൾ ഉപയോഗിച്ച് പോലും ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ഇസ്രായേലിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വ്യക്തിപരമായ പദ്ധതി ആണ്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ 1973 വാർ ആക്ട് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയും, പാർലമെന്റിനെ അറിയിക്കാതെ തന്നെ. പക്ഷേ 60 ദിവസം കഴിഞ്ഞാൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ കോൺഗ്രഷണൽ ബാക്കിംഗ് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ 60 ദിവസം, ഇപ്പോൾ 36ാമത്തെ ദിവസം, യുദ്ധം തുടങ്ങി ഇന്ന് 36ാം ദിവസം. ബാക്കി ദിവസങ്ങൾ ഒരു 10, 20, 25 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഹാവ് ടു ഗെറ്റ് ദി സാങ്ഷൻ ഓഫ് ദ അമേരിക്കൻ പാർലമെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പിൻവാങ്ങലിന് 30 ദിവസം കിട്ടും. അത് അമേരിക്കയുടെ നിയമമാണ്, അവിടെ നിയമവാഴ്ചയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പ്രസിഡന്റിന് ഏകപക്ഷീയമായി അധിക കാലം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല. അതുകൊണ്ട് അമേരിക്ക എന്തെങ്കിലും റെജീം ചേഞ്ച് ആകട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ന്യൂക്ലിയർ ആർസനൽ നശിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, മിസൈലുകൾ നശിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും അത് ഇനി അടുത്ത 24 ദിവസത്തിനുള്ളിൽ നേടിയെടുത്തില്ല എങ്കിൽ അമേരിക്കയ്ക്ക് അത് പരാജയമാണ് എന്ന് പറയേണ്ടി വരും. അമേരിക്കൻ ജനത നവംബറിലെ വോട്ടെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ സെനറ്റേഴ്സിനെയും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ ഭാവിയിൽ പോലും ആവശ്യത്തിനുള്ള സൈനിക സഹായം പോലും കോൺഗ്രഷണൽ സപ്പോർട്ടോടുകൂടി പ്രസിഡന്റിന് കിട്ടാതെ വരും. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് ഒരു ലെയിം ഡക്ക് പ്രസിഡന്റായി മാറും. അത് ഒരിക്കലും ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിജയം നേടി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോൾ എത്രയും കാലം ദീർഘിക്കാമോ അത്രയും ദീർഘിക്കട്ടെ എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദർ ഡൈവേർജൻസ്, കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, ഒരു ഡൈവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇക്കാര്യത്തിൽ ഉള്ളത്. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.